ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളുടെ അകത്ത് ആഴമേറിയ ദൈവവിശ്വാസം ഉണ്ടാകും. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. എന്തു കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ദൈവവചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ആഴമേറിയ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഒരു മനുഷ്യനിൽ വിശ്വാസം ഉദിച്ചാൽ അവന് സകല മേഖലകളിലും വിജയം പ്രാപിക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവില് പത്രോസിനോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ശിമോനെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചു. പക്ഷെ ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല, കാരണം നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ. യേശുവിനറിയാം ശിമോനിലൂടെ വലിയ ശുശ്രൂഷകൾ നടക്കാനുള്ളതാണ്. എന്നാൽ അവന്റെ വിശ്വാസത്തെ തല്ലിക്കെടുത്തി ഒരു ശേഷം മനുഷ്യനെ പോലെ അവനെ ആക്കി മാറ്റുവാൻ പിശാച് തന്ത്രപരമായി അടുത്തു വന്നപ്പോൾ കർത്താവ് അവനെ വിട്ടുകൊടുത്തില്ല. എന്നാൽ സാത്താൻ ഒരിക്കൽ യോബിനെ ചോദിച്ചപ്പോൾ ദൈവം വിട്ടുകൊടുത്തു. പിശാച് എത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും യോബിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. അവനെ തകർക്കുവാൻ എഴുന്നേറ്റ സാത്താന്യ ശക്തികളുടെ മുമ്പിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി അവൻ തിരികെ പ്രാപിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ ദരിദ്രനാണോ ധനവാനാണോ, നീ ആരോഗ്യമില്ലാത്തയാളാണോ ആരോഗ്യവാനാണോ, ഇതൊന്നുമല്ല ഇവിടുത്തെ ചോദ്യം. അകത്താർക്കും അണയ്ക്കാൻ കഴിയാത്തൊരു തീ ആളിക്കത്തുന്നത് പോലെ നിന്റെ അകത്താഴമേറിയ ഒരു ദൈവവിശ്വാസം ഉദിച്ചു നിൽപ്പുണ്ടോ? ബൈബിളിലെ ശ്രദ്ധേയമാക്കിയ വാക്യം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വലിയ വിശ്വാസത്തിനുടമയായി, വിശ്വാസത്താൽ ജീവിക്കുന്നവനായി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അടിയുറപ്പിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുന്നെങ്കിൽ നിന്റെ ആത്മീക ജീവിതം ഏറ്റവും ധന്യമായി തീരും. എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? കേൾവിയാലാണ്. എന്ത് കേൾക്കുമ്പോൾ? ക്രിസ്തുവിന്റെ വചനം. അതുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വചനം കേൾക്കുവാൻ സമയം കണ്ടെത്തുക. ക്രിസ്തുവിന്റെ വചനത്താൽ ഉളവാകുന്ന വിശ്വാസം ആർക്കും അണയ്ക്കുവാൻ കഴിയാത്തൊരു സൂര്യനെ പോലെ നിന്റെ അകത്ത് ഉദിച്ചു നിൽക്കട്ടെ. വിശ്വാസത്താൽ ജീവിക്കാം, വിശ്വാസത്താൽ മുന്നോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളിൽ ഉരുവായ വിശ്വാസത്തെ തല്ലിക്കെടുത്തുവാൻ ശ്രമിക്കുന്ന സകല ദുഷ്ടശക്തികളുടെ മുമ്പിൽ ആർക്കും അണയ്ക്കാൻ കഴിയാത്തൊരു തീ പോലെ ജീസസ് ഞങ്ങളുടെ അകത്ത് വിശ്വാസം ഉദിച്ചു നിൽക്കട്ടെ. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനത്താൽ ഇളവാകുന്ന വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ വിശ്വാസത്താൽ നടക്കാൻ പഠിപ്പിക്കട്ടെ. വിശ്വാസത്തോടെ മുന്നേറാം. God bless you.